കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നെ വന്ന് കണ്ടിട്ട് വേണം ദേവി പോകാൻ. ആ കണ്ണട വെക്കാതെ പുറത്തിറങ്ങരുത്. ശരി ഡോക്ടർ. ശരി. ഇപ്പോ ചേച്ചിയുടെ പേടിയും ടെൻഷനൊക്കെ മാറിയില്ലേ? അല്ലെങ്കിലും പേടി എന്നെ കുറിച്ച് ഓർത്തല്ല, നിന്നെയും ഇവനെയും കുറിച്ചായിരുന്നു. കാഴ്ചയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നിങ്ങൾക്കാരാ ഉള്ളത്? രവി സാറുണ്ടല്ലോ. സാറേ, ഈ ലോകത്തിൽ ഞങ്ങൾ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാറിനോടാ. അതിനേക്കാളും സാറിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയോട്. സാറും ഭാര്യയുമായുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാ ഞാനിപ്പോ സാറിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. സാറിന്റെ ഭാര്യയ്ക്കും എന്റെ അനിയത്തിക്കും ഒരേ മുഖമാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇവളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഇത്ര വേഗം അത് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞ തീരുന്നതല്ല സാറിനോടുള്ള നന്ദി. അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഓരോ നിമിത്തങ്ങളല്ലേ ദേവി. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ്. ഇതുവരെ കാഴ്ചക്കപ്പുറം നിന്ന ദേവി ഈ ലോകം മനസ്സിലാക്കിയത്. ഇനി നിറക്കാഴ്ചകളോടെ ഈ ലോകം മനസ്സിലാക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന്. അതെ ചേച്ചി, കുറച്ചു നേരം കൂടി വിശ്രമിക്ക്. ഒന്ന് മയങ്ങി എഴുന്നേക്കുമ്പോ ചേച്ചിക്ക് കാഴ്ചകള് കുറച്ചുകൂടി വ്യക്തമാവും. How do you feel? എങ്ങനെയുണ്ട് ഇപ്പോ? കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ഇന്ന ഡോക്ടർ എനിക്ക് മനസ്സിലായത്. ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് കരുതി അധികം സ്ട്രെയിൻ എടുക്കരുത്. പിന്നെ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന പലതും കാണാൻ തോന്നിയെന്ന് വരും. TV, തിയേറ്ററിൽ പോയി സിനിമ കാണുക, അങ്ങനെ പലതും ഒരു 10 ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കണം. ഒരേ വസ്തുവിലേക്ക് തന്നെ കുറെ സമയം നോക്കിയിരുന്ന് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത്. ഇല്ല ഡോക്ടർ, എല്ലാം ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഡോക്ടറോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് തുല്യമായ ഞാൻ ഡോക്ടറിനെ ഇപ്പൊ കാണുന്നത്. ഇതിനൊക്കെ ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. കാരണക്കാരൻ ഞാനല്ല, ദൈവതുല്യനായ ആളും ഞാനല്ല. നിങ്ങൾ നന്ദി പറയേണ്ടതും
കടപ്പെട്ടിരിക്കേണ്ടതും രവിചന്ദ്രവർമ്മൻ എന്ന ആ വലിയ മനുഷ്യനോടാണ്. എന്ത് വില കൊടുത്തും എത്ര രൂപ ചെലവാക്കിയിട്ടും ദേവിക്ക് കാഴ്ച കിട്ടണമെന്ന് എന്നോട് പറഞ്ഞതും അദ്ദേഹമാണ്. ഈ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യർ അപൂർവമാണ്. എന്നെ അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തുവെന്നേ ഉള്ളൂ. മനസ്സിലായി ഡോക്ടർ. സ്വന്തം ആവശ്യത്തിന് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അതിനെന്താ, ഇനി ആരുടെയും സഹായം ദേവിക്ക് ആവശ്യമില്ല. സന്തത സഹചാരിയായിരുന്ന ദേവിയുടെ ഊന്നുവടി എന്നേക്കുമായി നമ്മളങ്ങ് ഉപേക്ഷിക്കുകയാണ്. എന്താ, സന്തോഷമായില്ലേ? കണ്ണ, ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. അതെ ചേച്ചി, അകത്തേക്ക് വാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാറ് വന്ന ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ സമയമില്ല, വേറൊരു ദിവസം ആവട്ടെ. ഇന്ന് അല്പം തിരക്കുണ്ട്. ദേവി, നല്ലപോലെ റെസ്റ്റ് എടുക്കണം. ശരി. ചേച്ചി പേടിക്കണ്ട, എനിക്കിപ്പോ എല്ലാം കാണാം. കണ്ണ, ചേച്ചി ഇരിക്ക്, ഞാൻ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. കണ്ണ, ചേച്ചി ഓപ്പറേഷന് പോകും മുൻപ് ഒരു ബാഗ് നിന്നെ ഏൽപ്പിച്ചില്ലേ, അതെവിടെ? അയ്യോ, അത് 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 ഞാൻ രവി സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരികെ വാങ്ങാൻ മറന്നുപോയി ചേച്ചി. നിങ്ങൾ എന്താ താമസിച്ചത്? അത് മാം, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നോ മോനെ? കഴിഞ്ഞാണോ അമ്മേ? സത്യം പറഞ്ഞ ആശുപത്രിയിൽ വെച്ച് ആ ദേവിയുടെ അനിയനെ കണ്ടപ്പോ ആദ്യം ഞാനും ഒന്ന് ഭയന്നു. ഇനി അവിടെയും ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന്. പിന്നെ നീ പറഞ്ഞപ്പോഴാ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്തായാലും ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാ. അതിന്റെ പുണ്യം എന്തായാലും മോന് കിട്ടും. അവിടെ അമ്മക്ക് തെറ്റി, പാടെ തെറ്റി. അതിന്റെ പുണ്യം കിട്ടുന്നതേ എനിക്കല്ലമ്മേ. ഞാൻ വെറും ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന്റെ എല്ലാം പിന്നിൽ ദേ ഈ നിൽക്കുന്ന ഇയാളാണ്.
ഇദ്ദേഹം എന്നോട് പറഞ്ഞത് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ടാ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായതെന്ന്. ആ ചേച്ചിക്ക് കാഴ്ചശക്തി കിട്ടിയ എന്തെങ്കിലും ജോലി ചെയ്ത് അവര് ജീവിച്ചോളൂ എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ കരുതി അതൊരു നല്ല കാര്യമല്ലെന്ന്. അങ്ങനെ സംഭവിച്ചതാ ഇന്നത്തെ ഓപ്പറേഷൻ. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഒരു കാര്യം ഈ ലോകത്ത് ഏട്ടത്തി അമ്മയെ കൊണ്ടല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോട് നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. ഇനി അങ്ങനെ ക്ഷമിച്ചാൽ തന്നെ പിന്നെ ആരെങ്കിലും അവരെ സഹായിക്കൂ? ഇത്രയും പണം മുടക്കി അവർക്ക് ഓപ്പറേഷനും കൂടി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ ഏട്ടത്തിയെ സമ്മതിച്ച് തന്നേ പറ്റൂ. സാധാരണ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്ത് ചേട്ടായിയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കുന്നത്. ഇതിപ്പോ ഏട്ടത്തിയമ്മേ. രഘു പറഞ്ഞതിൽ കാര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ ശുദ്ധ മനസ്സാണ് അതിന് കാരണം. അത്രയ്ക്കും മനസ്സിന് വലുപ്പമുള്ളവർക്കേ ഇതൊക്കെ സാധിക്കൂ. ശ്രീലക്ഷ്മി, ഈ കോള് തനിക്ക്. ഹലോ അമ്മ വന്നേ. അമ്മയുടെ ദേവേച്ചി, വീട്ടിലെത്തിയ നിങ്ങള്? വീട്ടിലൊക്കെ എത്തി. ഞാൻ നിന്നെ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ ചേച്ചി? ആശുപത്രിയിൽ വെച്ച് കണ്ണൻ രവി സാറിന് ഒരു ബാഗ് ഏൽപ്പിച്ചിരുന്നു. അതെവിടെയാണെന്ന് സാറിനോട് ഒന്ന് ചോദിക്കോ? ചേച്ചി, അത് സാർ എപ്പോഴും എന്റെ കയ്യിൽ തന്നായിരുന്നു. എന്നിട്ടത് എവിടെയാ? അത് ചേച്ചി, ഞാനത് ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു. പെട്ടെന്ന് ഇറങ്ങിയ കൂട്ടത്തില് അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ശ്രീലക്ഷ്മി, എന്താ ചേച്ചി പറഞ്ഞ? എല്ലാം ഓക്കെ അല്ലേ? അത് സാർ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? സാർ, ഹോസ്പിറ്റലിൽ വെച്ച് ദേവി ചേച്ചി തന്ന ഒരു ബാഗ് സാർ എന്നെ ഏൽപ്പിച്ചില്ലേ? അത് ചേച്ചിക്ക് വിഷമായിന്നാ തോന്നുന്നത്. അതില് ചേച്ചിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒന്നുണ്ട്. കഷ്ടായിപ്പോയല്ലോ സർ. ഇനി താൻ അതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട. ഞാൻ രാജാറാമിനെ വിളിച്ചു പറയാം. ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അന്വേഷിക്കാം. രാജാറാം എടുക്കുന്നില്ലല്ലോ. തന്റെ ചേച്ചി എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ എവിടം വരെ ഒന്ന് പോയിട്ട് വരാം സർ. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിക്ക് പ്രിയപ്പെട്ടത് എന്തോ അതിലുണ്ട്. എനിക്ക് പറ്റിയൊരു കൈമോശം കൊണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല.
എങ്കിൽ പിന്നെ താൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. വാ. സാർ എന്തിനാ അമ്മയോട് രഘുവിനോടൊക്കെ ഇപ്പോ കള്ളം പറഞ്ഞത്? അത് ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ വെച്ച് സാർ ഞാൻ ഇപ്പോ വരാമേ. അത് അന്ന് നമ്മുടെ വീട്ടിൽ വന്ന ആ പെൺകുട്ടിയുടെ അനിയനല്ലേ? അവനെങ്ങനെ നിന്നെ ഇത്ര പരിചയം? അങ്ങനെ അവിടെ വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, ഗായത്രി ഫൗണ്ടേഷൻസിന്റെ നടത്തുന്ന ചികിത്സാ സഹായത്തിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ. അങ്ങനെ നിർദോഷമായ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് ആ സിറ്റുവേഷൻ ക്ലിയർ ആയത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞ കള്ളം ആർക്കും ഒരു ഛേദമില്ലാത്തതായതുകൊണ്ട് ഈശ്വരൻ ക്ഷമിച്ചോളൂ. വാ. ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഡോക്ടർ OPയിൽ ഉണ്ടോന്ന് നോക്കാം. ശരി ശരി. ഇരിക്കെ. ചേട്ടാ, ഈ കാർഡിയോളജി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ? ഈ ആശുപത്രിയിൽ ഇത്രയും കാഴ്ചയുള്ളവരുണ്ടായിട്ടും കണ്ണുമുട്ടനായി എന്നെ നീ കണ്ടുള്ളൂ അല്ലേ? ഇതേ ഒരു ഗമയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. സോറി ചേട്ടാ, പൊട്ടക്കണ്ണനാണെന്ന് കണ്ടാ പറയില്ല. പൊട്ടക്കണ്ണ നിന്റെ പോയെ പോയെ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ അത് ആരുടെ കയ്യിലും കൊടുക്കരുതെന്ന്. അതിന് ഞാൻ ആ ബാഗ് രവി സാറിന്റെ കയ്യിൽ കൊടുത്തല്ലേ ഉള്ളൂ. ആരുടെ കയ്യിൽ കൊടുത്താലും ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. അല്ല, ശരിക്കും എന്തായിരുന്നു അതിന്റെ അകത്ത്? ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ? അതിന്റെ അകത്ത് വിലപിടിപ്പുള്ള ഒന്നും ഇല്ലല്ലോ. ആണ്, എനിക്ക് നിനക്ക് മാത്രം അനുഭവിക്കാനുള്ള ഒന്ന്. അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒന്നാണത്. അതൊന്നും പറഞ്ഞ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. എന്റെ ഈശ്വര, ആശുപത്രിയിൽ ചെല്ലുമ്പോ അത് കിട്ടിയാ മതിയായിരുന്നു. ചേട്ടാ വരും. ടോക്കൺ നമ്പർ 15. താൻ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കുക. നമ്മളിപ്പോ എവിടെ എത്തും?
ചേട്ടൻ ഇവിടെ ഇരിക്കും. ഞാൻ പോയി ടോക്കൺ എത്രയായി എന്ന് നോക്കിയിട്ട് വരാം. ആ ശരി ശരി.